ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, SSLC സോഷ്യൽ സയൻസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള 100% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ പറയുന്നു, ഇന്ന് നടക്കാൻ പോകുന്ന മാരത്തോൺ, ഈ മാരത്തോണിനകത്ത് മൊത്തം ചാപ്റ്റേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറഞ്ഞ ചോദ്യങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ഇന്ന് പറയുന്നുണ്ട്. സോ ആരും തന്നെ മറക്കരുത്, കൃത്യം 7:30 എന്ത് ചെയ്യും ജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, റെഡി. സോ മക്കളെ, നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് തന്നെ നോക്കുന്നത് ദ ചേഞ്ചിങ് എർത്ത് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിനകത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? നിങ്ങൾ നോക്കിയോ, ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എൻഡോജനിക് മൂവ്മെന്റ്സ് ആൻഡ് എക്സോജനിക് മൂവ്മെന്റ്സ്, എലുസിഡേറ്റ് ദിയർ കോസേറ്റീവ് ഫാക്ടേഴ്സ്. മക്കളെ നോക്കിയോളൂ, അന്തർജന്യ ചലനങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് അന്തർജന്യ ചലനങ്ങൾ, അതേപോലെ തന്നെ ബാഹ്യ ചലനങ്ങൾ. അന്തർജന്യ ചലനങ്ങളും അതുപോലെ തന്നെ ബാഹ്യ ചലനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ഇവയ്ക്ക് കാരണമായ ഘടകങ്ങൾ ഏതെല്ലാം എന്ന് എഴുതുക. അപ്പോൾ ഓർത്തു വെച്ചോ, ഏതൊക്കെയാണ് എൻഡോജനിക് മൂവ്മെന്റ്സും എക്സോജനിക് മൂവ്മെന്റ്സ് ആണ് എഴുതേണ്ടത്. അപ്പോൾ മക്കളെ നിങ്ങൾ നോക്ക്, എൻഡോജനിക് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? എൻഡോജനിക് ഭൂമിയുടെ ഉള്ളിലാണ്. എക്സോജനിക് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതുപോലെ തന്നെ ഭൂമിയുടെ പുറത്ത് അല്ലെങ്കിൽ ഉപരിതലത്തിലേക്കും. നിങ്ങൾ നോക്കുക, പ്രധാനപ്പെട്ട എൻഡോജനിക് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എൻഡോജനിക് മൂവ്മെന്റ്സിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള, നിങ്ങൾ നോക്ക്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടല്ലേ, പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇവിടെയാണ് നമ്മുടെ ലിത്തോസ്ഫിയറിനകത്ത് കാണുന്നുള്ള ഭൂമി കുലുക്കമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതെല്ലാം ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന സാധനങ്ങളാണ് അല്ലേ. ഇനി അതേപോലെ തന്നെ മക്കളെ ശ്രദ്ധിച്ചോളൂ, ഇതുപോലെ തന്നെ ഇപ്പോൾ റണ്ണിങ് വാട്ടർ, ഒഴുകുന്ന ജലം. ആ ഒഴുകുന്ന ജലം എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിച്ചോ, അത് പ്രധാനപ്പെട്ട എക്സോജനിക് മൂവ്മെന്റ്സിന്റെ ഭാഗമായി നടക്കുന്നതാണ്. ഇതുപോലെ തന്നെ നോക്കിയോളൂ, അന്തർജന്യ ജലങ്ങൾ, അതുപോലെ തന്നെ ബാഹ്യജന്യ ജലങ്ങൾ. മക്കളെ ഇത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട്, ഭൂമിയുടെ അന്തർഭാഗത്ത് വ്യത്യസ്ത തീവ്രതയിൽ പ്രവർത്തിക്കുന്നതാണ് അന്തർജന്യ ചലനങ്ങൾ എന്ന് പറയട്ടോ. അപ്പോൾ ഈ പറയുന്ന എൻഡോജനിക് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് കോസ്ഡ് ബൈ ദ വിത്തിൻ ദ എർത്ത് അറ്റ് വാരിയഡ് ഇന്റൻസിറ്റീസ്. അതാണ് ഇത് ഈ പറയുന്ന എൻഡോജനിക് മൂവ്മെന്റ്സ്. എക്സോജനിക് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എക്സോജനിക് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ദാറ്റ് കോസ്ഡ് ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സസ് ഓൺ ദി സർഫേസ് ഓഫ് ദി എർത്ത് ആണ് അല്ലേ. ഭൂമിയുടെ ഉപരിതലത്തിലാണ് അല്ലേ, ഭൂമിയുടെ ഉപരിതലത്തിൽ, ഭൗമ ഉപരിതലത്തിലാണ് ഇത് ഈ പറയുന്ന ബാഹ്യ ചലനങ്ങൾ അല്ലെങ്കിൽ എക്സോജനിക് മൂവ്മെന്റ്സ് എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. നിർബന്ധമായി പഠിച്ചു വെച്ചോളം, ഷുവർ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് ഇതേപോലെ തന്നെ ഇവിടെ ആൻസേഴ്സ് അത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന എൻഡോജനിക് മൂവ്മെന്റ്സും എക്സോജനിക് മൂവ്മെന്റ്സും, അന്തർജന്യ ചലനങ്ങളും ബാഹ്യജന്യ ചലനങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളേ. റെഡി. ഇനി മക്കൾ നോക്കിയോളൂ, അടുത്ത ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം നോക്ക്, ഹൗ വോൾക്കാനിക് ആക്ടിവിറ്റീസ് അഫക്ട് ഹ്യൂമൻ ലൈഫ്. മകളെ, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മനുഷ്യജീവിതത്തെ ഏതെല്ലാം വിധത്തിലാണ് സ്വാധീനിക്കുന്നത്? മകളെ അതിലൊന്ന് നോക്ക്, ഡിസ്റപ്റ്റ് പ്രോപ്പർട്ടീസ് ആണ്. ഇതുപോലെ തന്നെ ജീവനും സ്വത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, ലോസ് ഓഫ് ലൈഫ് ആൻഡ് ഡിസ്റപ്റ്റ് പ്രോപ്പർട്ടീസ്. അതേപോലെ തന്നെ മക്കൾ അടുത്ത് നോക്ക്, ഡിസ്റപ്റ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ ജനജീവിതവും താറുമാറാക്കുന്നു. അതേപോലെ തന്നെ ലാവ ഫ്ലോയിങ് ഡിസ്ട്രോയിങ് ഹൗസസ് ആൻഡ് ഹോംസ് അല്ലേ, ലാവ പ്രളയത്തിൽ ഭൂപ്രകൃതിയും വീടുകളും നശിക്കുന്നു. അതേപോലെ തന്നെ മക്കളെ മെനി പീപ്പിൾ ഹോംലെസ് ആൻഡ് ജോബ്ലെസ്, അനേകം ആൾക്കാർ ഭൂരഹിതരും തൊഴിൽ രഹിതരുമാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി ഈ പറയുന്ന വോൾക്കാനോസ് എങ്ങനെയാണ് നമുക്ക് ഉപകാരിയാവുന്നത്? നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹൗ വോൾക്കാനോസ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ കൈൻഡ്. മക്കളെ ഉറപ്പിച്ചു വെച്ചോ, ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അഗ്നിപർവ്വതങ്ങൾ മനുഷ്യരാശിക്ക് എങ്ങനെയാണ് ഉപയോഗപ്രദമാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നോക്ക്, ഒന്ന് പ്രധാനമായിട്ട് ഇലക്ട്രിസിറ്റി ആണ് അല്ലേ. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഈ പറഞ്ഞ വൈദ്യുതി ഊർജ്ജമാക്കി എന്ത് ചെയ്യുന്നുണ്ട്, അതിലെ ജിയോ തെർമൽ എനർജി അല്ലെങ്കിൽ ഭൗമ താപോർജ്ജനെ നമ്മൾ മാറ്റുന്നുണ്ട്. അതൊന്ന്. ഇനി രണ്ടാമത്തത്, ലാവ ഈസ് റിച്ച് ഇൻ മിനറൽസ്. ഈ ലാവ എന്ന് പറഞ്ഞാൽ ധാതു സമ്പന്നമാണ്. അപ്പോൾ അതാണ് ഇത് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് അല്ലേ, മെയിനായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇത്രയാണ് നമ്മൾ അവിടെ പഠിച്ചിരിക്കേണ്ടത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇനി മക്കൾസ് അടുത്തത് ഈ ഒരു ഭാഗത്തു നിന്ന് വരാൻ സാധ്യത എർത്ത് കേക്കിന്റെ ഭാഗത്തു നിന്നാണ് വരിക. അതിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയോ, ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നത്. ക്വസ്റ്റ്യൻ നോക്ക്, വാട്ട് ഈസ് മെന്റ് ബൈ focus an earthquake, name the point on the earth surface that lies closest to the focus. മകളെ ശ്രദ്ധിച്ചോ, ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാൽ എന്ത്? പ്രഭവ കേന്ദ്രത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഭൗമോപരിതല കേന്ദ്രത്തിന്റെ പേരെന്ത് എന്നാണ് ചോദിച്ചത്. മകളെ നമുക്കറിയാം, നോക്കിയോളൂ, ഭൂകമ്പം ഉണ്ടാകുന്ന സ്ഥലത്തിനെ പറയുന്ന പേര് ഫോക്കസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതിന്റെ മുകൾ ഭാഗത്തുള്ള ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് എപ്പി സെന്റർ എന്നാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ഫോക്കസ് ഓർത്ത് വെച്ചോണം. ഫോക്കസിനെ നമ്മൾ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ എപ്പി സെന്റർ എന്ന് എന്ത് ചെയ്യുന്നു, അത് പറയുന്നു, അല്ലെങ്കിൽ അതികേന്ദ്രം എന്ന് എന്ത് ചെയ്യുന്നു പറയുന്നു കേട്ടോ. ഓർത്ത് വെച്ചോളെ. അതിന്റെ കറക്റ്റ് ആൻസർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്. നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളാം. റെഡി, സെറ്റ് അല്ലേ. ഇനി മക്കൾസ് അടുത്തത്
ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു എസ്സേ വരെ ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നുമല്ല വെതറിംഗ് ആണ്. വെതറിംഗ് ഇമ്പോർട്ടൻ്റ് ആവട്ടെ. ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഡു ഹ്യൂമൻ ആക്ടിവിറ്റീസ് കോസ് വെതറിംഗ്? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. വാട്ട് ആർ ദീസ് ടൈപ്സ് ഓഫ് വെതറിംഗ് കോൾഡ്? മക്കളെ, മനുഷ്യ പ്രവർത്തനങ്ങൾ അപക്ഷയത്തിന് കാരണമാകുന്നുണ്ടോ? അതിൽ ഏതാണ് ഇത്തരം അപക്ഷയ പ്രവർത്തനം എന്ന് നമ്മൾ എന്ത് ചെയ്യണം, പറയണം. അപ്പൊ നോക്ക്, മനുഷ്യ പ്രവർത്തനം ഇതേപോലെ തന്നെ അപക്ഷയ പ്രവർത്തനത്തിന് കാരണമാകാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വെതറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശിലകൾ പൊടിയുന്നതാണ്, പാറകൾ പൊടിയുന്നതാണ് അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ചേഞ്ചസ് ഓഫ് റോക്സ് ആർ കോൾഡ് വെതറിംഗ് അല്ലേ? ഈ പറയുന്ന ശിലകൾക്ക് രാസപരവും ഭൗതികവുമായി ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ പറയുന്ന വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം എന്ന് പറയുന്നത്. സോ അത് 3 തരമുണ്ട്. ഫിസിക്കൽ വെതറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ വെതറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ബയോളജിക്കൽ വെതറിംഗ് ഉണ്ട് അല്ലേ? ഈ പറയുന്ന ഭൗതിക അപക്ഷയമുണ്ട്, രാസിക അപക്ഷയമുണ്ട്, അതുപോലെ തന്നെ ബയോളജിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ ജൈവിക അപക്ഷയമുണ്ട് എന്ന് പഠിച്ചു നോക്കുക. അപ്പൊ നമ്മളോട് ചോദിച്ചു മനുഷ്യൻ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മനുഷ്യന്റെ പ്രവർത്തനഫലമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ബയോളജിക്കൽ വെതറിംഗ് ആണ് എന്ത് ചെയ്യുന്നത് ഉള്ളത് അല്ലേ? ഇത് ബയോളജിക്കൽ വെതറിംഗ് ആണ്. പഠിച്ചു വെച്ചോട്ടോ. അപ്പോൾ വെതറിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഓർത്ത് വെച്ചോളാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇത് വെതറിംഗ്. റെഡി? ഇനി മക്കൾസ് ഓർത്ത് വെച്ചോ, ഈ വെതറിങ്ങുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഷോർട്ട് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, വെതറിങ് പഠിച്ചോണം. ഇനി അടുത്തത് വെതറിങ്ങുമായിട്ട് ചിലപ്പോൾ ചോദിക്കുക, ഹൗ ക്യാൻ വെതറിങ് ബി യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീങ്സ് അല്ലേ? അതായത് അപക്ഷയ പ്രവർത്തനങ്ങൾ ഏതെല്ലാം വിധത്തിലാണ് മനുഷ്യന് പ്രയോജനകരമായി മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതൊരു 4 പോയിന്റ് ഉണ്ട്. ഒന്ന് ഫൊമേഷൻ ഓഫ് സോയിൽ അല്ലെങ്കിൽ മണ്ണ് രൂപീകരണം, അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് മിനറൽസ് അല്ലേ, മിനറൽസിനെ വേർതിരിക്കൽ, അതുപോലെ തന്നെ മിനറൽ എൻറിച്ച്മെന്റ് ധാതു സമ്പുഷ്ടീകരണം, ലാസ്റ്റ് വൺ മൈനിങ് കേട്ടോ. ആ 4 എണ്ണം ഓർത്ത് വെച്ചോളാം. റെഡി? ഇനി കുഞ്ഞുങ്ങളെ അടുത്തത് ഈ ഒരു ചാപ്റ്ററിന് അടുത്ത ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത് മാസ് വാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട്. മാസ് വാസ്റ്റിംഗുമായിട്ട് ചോദിക്കാൻ സാധ്യത ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടാണ്. ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും, ചോദിക്കും. അപ്പോൾ അത് എന്ത് ചെയ്യണം, ഉരുൾപൊട്ടലൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോളാം കേട്ടോ. അപ്പോൾ കേരളത്തിൽ ഇതുവരെ ഉരുൾപൊട്ടലൊക്കെ കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉരുൾപൊട്ടൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരാനുള്ള സാധ്യത എന്ത് ചെയ്യുന്നത് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, റെഡി? ഇനി അടുത്തത് ഇതിനകത്ത് നെക്സ്റ്റ് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, പോകുന്നത് സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനകത്ത് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കമ്പയർ ദ കോമൺ സെൻസ് നോളേജ് അപ്രോച്ച് ആൻഡ് ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ച്. മക്കളെ, സാമാന്യ ബോധജ്ഞാന സമീപനവും സാമൂഹ്യശാസ്ത്ര സങ്കല്പ സമീപനവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് എന്ത് ചെയ്യണം, ചോദിക്കും. അപ്പോൾ മക്കളെ അത് പഠിച്ചു വെച്ചോണം. കോമൺ സെൻസ് നോളേജ് അപ്രോച്ചും അതേപോലെ തന്നെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. അപ്പോൾ നമുക്കത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോണം കേട്ടോ. ഈ പറയുന്ന കോമൺ സെൻസ് നോളേജ് അപ്രോച്ചും സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ചും സാമാന്യ ബോധജ്ഞാന സമീപനവും സമൂഹശാസ്ത്ര സമീപനവും തമ്മിലുള്ള താരതമ്യം ചെയ്ത് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് കോമൺ സെൻസ് നോളേജ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇറ്റ് ഈസ് എ ലിമിറ്റഡ് ടു പേഴ്സണൽ വ്യൂസ് ആൻഡ് എക്സ്പീരിയൻസസ് അല്ലേ? അപ്പോൾ അവിടെ പറയുന്നുണ്ട് വ്യക്തിഗത വീക്ഷണങ്ങളെയും അനുഭവങ്ങളെയും പരിമിതപ്പെട്ടിരിക്കുന്നു അല്ലേ? അത് ലിമിറ്റഡ് ആണ്. ഇപ്പോഴത്താണെങ്കിലോ വ്യക്തിഗത അനുഭവങ്ങളെ സാമൂഹിക ഘടനയുമായി ബന്ധപ്പെട്ടിരുന്നു, ഇതിൻ്റെ വ്യാപ്തി വലുതാണ് അല്ലേ? അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് സ്കോപ്പ് ഈസ് ബ്രോഡ് ആൻഡ് ഇറ്റ് ഈസ് കണക്ട് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ് ഓൺ ടു ലാർജർ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മക്കളെ നോക്ക്, ഈ പറഞ്ഞ കോമൺ സെൻസ് നോളേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൂപ്പർഫിഷ്യൽ എക്സ്പ്ലനേഷൻസ് ബേസ്ഡ് ഓൺ സ്റ്റീരിയോ ടൈപ്സ് ആണ്. ഈ പറയുന്ന വാർപ്പ് മാതൃകൾക്ക് മുകളിലെ വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കി ഉപരിതല വിശദീകരണം മാത്രമേ നൽകുന്നുള്ളൂ. എന്നാൽ ഇപ്പുറത്ത് വരുന്ന സമയത്തോ വളരെ ആഴത്തിലുള്ള വിശദീകരണം ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അനലൈസിസ് ഡീപ്ലി ദ ഇമ്പാക്ട് ഓഫ് സോഷ്യൽ ഫാക്ടേഴ്സ് ഓൺ ഇൻഡിവിജ്വൽസ്. ഇനി അടുത്ത് നോക്കും മക്കളെ, നമുക്ക് ഈ പറഞ്ഞ കോമൺ സെൻസ് നോളേജിൽ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല അല്ലേ? ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് ഇവിടെ കാണുന്നില്ല. എന്നാൽ ഇപ്പുറത്താണെങ്കിലോ എൻകറേജസ് ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലേ? ഈ പറഞ്ഞ വിമർശനാത്മക ചിന്ത എന്ത് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും പ്രശ്നങ്ങളെയും വിമർശനാത്മക ചിന്തയിലൂടെ സമീപിക്കുന്നില്ല, എന്നാൽ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വിമർശനാത്മകമായി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ് കോമൺ സെൻസ് നോളേജും അതേപോലെ തന്നെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും ചോദിച്ചിരിക്കും. ഈ പറയുന്ന സാമാന്യ ബോധജ്ഞാന സമീപനവും സമൂഹശാസ്ത്ര സങ്കല്പ സമീപനവും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ചോദിക്കും. അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. റെഡി? അടുത്തത് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മക്കളെ, ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയോളൂ, പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഓഫ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മുടെ ഏജൻസീസ് ദാറ്റ് ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ. മക്കളെ, പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതിൽ ഫാമിലി, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, പിയർ ഗ്രൂപ്പ്, മീഡിയ, പൊളിറ്റിക്കൽ പാർട്ടീസ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ, ഒപ്പീനിയൻ പോൾ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സമപ്രായ സംഘങ്ങൾ, മാധ്യമങ്ങൾ, രാഷ്ട്രീയ പാർട്ടിയും അവയുടെ പ്രവർത്തനങ്ങളും, സാമൂഹിക സ്ഥാപനങ്ങളുടെ അതുപോലെ തന്നെ സംഘടനകളും, അഭിപ്രായ വോട്ടെടുപ്പ്, കലയും സാഹിത്യവും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് വരുന്നൊരു ചോദ്യം ഇതാ നോക്ക്, ഹൗ ഡു ദ ഡിസ്കഷൻസ് വിത്തിൻ ദ ഫാമിലീസ് ഹെൽപ്പ് ഇൻ നർച്ചറിങ് ഡെമോക്രാറ്റിക് വാല്യൂ അമംഗ് ചിൽഡ്രൻ ആൻഡ് ഷേപ്പിംഗ് ദെയർ ഒപ്പീനിയൻ ഓൺ സോഷ്യൽ മീഡിയ?
കുടുംബങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ കുട്ടികളിൽ ജനാധിപത്യ മൂല്യങ്ങൾ വളർത്തുന്നതിനും സാമൂഹിക വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്നതിനും സഹായകമാകുന്നത് എങ്ങനെ എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളാം. ക്വസ്റ്റ്യൻ നോക്കിയോ. ഹൗ ഡു ദ ഡിസ്കഷൻ വിത്തിൻ ദ ഫാമിലീസ് ഹെൽപ്പ് ഇൻ നർച്ചറിംഗ് ഡെമോക്രാറ്റിക് വാല്യൂ അമംഗ് ചിൽഡ്രൻ ആൻഡ് ഇൻ ഷേപ്പിംഗ് ദിയർ ഒപ്പീനിയൻ ഓൺ സോഷ്യൽ ഇഷ്യൂസ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇങ്ങനെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ ആൻസർ എന്തായിരിക്കും വരിക മകളെ? ഇതാ നിങ്ങൾ നോക്കി. പ്രധാനമായിട്ട് നമുക്കറിയാം പാർട്ടിസിപ്പൻസ് ഇൻ ഡിസ്കഷൻ വിത്ത് പാരൻസ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം ഓരോ കുടുംബത്തിനകത്ത് അല്ലേ, ഓരോ കുടുംബത്തും രക്ഷിതാക്കളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ ഇതുപോലെ തന്നെ ചർച്ചകളിൽ പങ്കാളികളാകുന്നുണ്ട്. നോക്ക്, എ ചൈൽഡ് സോഷ്യലൈസേഷൻ പ്രോസസ് ബിഗിൻ വിത്ത് ദ ഫാമിലി. മക്കളെ ശ്രദ്ധിക്കണം, ഒരു കുട്ടിയുടെ സാമൂഹീകരണ പ്രക്രിയ ആരംഭിക്കുന്നത് ആക്ച്വലി എവിടെ നിന്നാണ്? ഈ കുടുംബത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി വെക്കുക. എ ചൈൽഡ് പാർട്ടിസിപ്പൻറ്റ് വിറ്റ്നസ് ഇൻ ദ ഡിസ്കഷൻസ് ആൻഡ് കോൺവെർസേഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ഫാമിലി. അപ്പോൾ ഓർത്ത് വെച്ച മക്കളെ, കുടുംബത്തിൽ നടക്കുന്ന ചർച്ചകളിലും സംഭാഷണങ്ങളിലും കുട്ടി പങ്കാളിയോ സാക്ഷിയോ ആണ് കേട്ടോ. ഓർത്ത് വെച്ചോളേ. അതുകൊണ്ട് തന്നെ നോക്കിക്കോ, ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ചൈൽഡ് ഒപ്പീനിയൻ ഫോർമേഷൻ കേട്ടോ. അത് കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഡിസ്കഷൻസ് വേരിയസ് ടോപ്പിക്സ് സച്ച് ആസ് പൊളിറ്റിക്സ്, ഫെയ്ത്ത്, റിലീജിയൻ, ലിറ്ററേച്ചർ എക്സെട്ര. അപ്പോൾ ഒരു കുടുംബത്തിനകത്ത് രാഷ്ട്രീയം, വിശ്വാസം, മതം, സാഹിത്യം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉറപ്പാണ് കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരും. അതല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോ, പ്രധാനമായിട്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, ഒരു ചോദ്യം വരും. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഇതാണ്: കമ്പയർ ദ റോൾസ് പ്ലേഡ് ബൈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പിയർ ഗ്രൂപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. മകളെ, പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമപ്രായ സംഘങ്ങളും വഹിക്കുന്ന പങ്ക് താരതമ്യം ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ്. മകളെ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഞാൻ എവിടെ നിന്ന് പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, നമ്മൾക്ക് പ്രധാനമായിട്ട് ഇന്ന് നടക്കാൻ പോകുന്ന പബ്ലിക് ലൈവിനകത്ത് ഇനി ബാക്കിയുള്ളതിൻ്റെ ആൻസേഴ്സ് സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പറയും. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇന്ന് നടക്കുന്ന കൃത്യം 7:30 നടക്കുന്ന പബ്ലിക് ലൈവിനകത്ത് എല്ലാ ആൾക്കാരും പങ്കെടുക്കുക. ഞാൻ പറഞ്ഞ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾ കാണാൻ പോകുന്ന പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെയാണ് അമീൻ സാറായാലും ഫൈസൽ സാറായാലും ജെ സാറായാലും പറയാൻ പോകുന്നത്. സോ മക്കൾ മറക്കരുത്, കൃത്യം 7:30 തന്നെയാണ്. പിന്നെ അത് മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വേറൊന്നുമല്ല, അടുത്ത വർഷത്തേക്കുള്ള +1 സയൻസ് എടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സൈലത്തിൻ്റെ പ്രധാനപ്പെട്ട ബാച്ചായിട്ടുള്ള അഗ്നി ബാച്ചിലേക്ക് ഇപ്പോൾ ഓൾറെഡി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇതുപോലെ തന്നെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9995400800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ സീറ്റുകൾ നിങ്ങൾ ഉറപ്പാക്കി വെക്കുക. സോ അടിപൊളിയായിട്ട് മനോഹരമായിട്ട് മക്കളെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് എവരിവൺ. ഓൾ ദി ബെസ്റ്റ്.